എൽനിനോ എന്ന് പറയുന്നത് ഈ പസഫിക്കിലെ സമുദ്രജലത്തിൻ്റെ ഒരു താപനിലയിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ പസഫിക്കിൻ്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഉണ്ടാകുന്ന താപനിലയിൽ വരുന്നൊരു വ്യത്യാസം. അപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ്ട്രേലിയ, ഇന്തോനേഷ്യക്ക് അടുത്ത് താപനില കൂടി നിൽക്കുകയും മഴയും ഇതുപോലെയുള്ള സ്റ്റോംസ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ നമ്മുടെ മൺസൂൺ സമ്മർ സീസണിൽ പൊതുവേ അല്ലെങ്കിൽ നമ്മുടെ മൺസൂൺ കാലത്തുമൊക്കെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു പ്രദേശം ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് ഇടയ്ക്കുള്ള സമുദ്രപ്രദേശത്താണ്. പക്ഷേ എൽനിനോ സമയത്ത് ഈ ചൂട് കൂടുതലുള്ള ഭാഗവും മഴ കൂടുതലുള്ള ഭാഗവും അത് കിഴക്കോട്ടേക്ക് നീങ്ങി തെക്കേ അമേരിക്കയുടെ തീരപ്രദേശത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ തെക്കേ അമേരിക്കയുടെ പെറു കോസ്റ്റാണ്. അപ്പോൾ അത് തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറേ തീരവും പസഫിക്കിൻ്റെ കിഴക്കുമാണത്. ഓക്കെ, അപ്പോൾ അത് കിഴക്കോട്ടേക്ക് നീങ്ങി പെറു കോസ്റ്റിനടുത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ക്രമാതീതമായിട്ട് മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേസമയത്ത് നമ്മളുടെയൊക്കെ മൺസൂണിൽ പെയ്യേണ്ട മഴയും മറ്റുമൊക്കെ ഇതുപോലെ ദിശ മാറിപ്പോകുന്നത് കൊണ്ട് നമുക്ക് മഴ കുറയും. ഇതാണ് എൽനിനോയെ നമ്മൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതൊക്കെ പ്രവചിക്കാനുള്ള മോഡലുകളുണ്ട്. IMDക്കുമുണ്ട്. IMDക്ക് മീൻസ് MOSനുമുണ്ട്, അതുപോലെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിനുമുണ്ട്. അതുപോലെ മറ്റ് കാലാവസ്ഥ ഏജൻസികളെല്ലാം ഇത് നിരന്തരമായി മോണിറ്റർ ചെയ്യുന്നതാണ്. കാരണം പല രാജ്യങ്ങളുടെയും കാലാവസ്ഥയെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എൽനിനോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാലാവസ്ഥ ഏജൻസികളും ഇതിൻ്റെ ഫോക്കാസ്റ്റ് പറയാറുണ്ട്. അപ്പം പ്രമുഖമായിട്ടുള്ള എല്ലാ കാലാവസ്ഥ ഏജൻസികളും IMDയുടെ MOSൻ്റെയും ഫോക്കാസ്റ്റിൽ ഏകദേശം മൺസൂൺ കാലത്ത് എൽനിനോ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ജൂൺ മുതൽ തുടങ്ങിയാലും അതിൻ്റെ പീക്ക് ഇൻറ്റൻസിറ്റി വരാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ കാലവർഷത്തെ അത് വിപരീതമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഒട്ടാകെയുള്ള ഈ മഴയിൽ കുറവ് പ്രതീക്ഷിക്കുന്നത്. സമുദ്രജലം ചൂടാകുക എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥ മാറി മറിയുന്ന അല്ലെ സമുദ്രത്തിലെ ഒരു പ്രതിഭാസം മാറി മറിയില്ല. കാരണം കുറച്ചുകൂടിയൊക്കെ അന്തരീക്ഷ വായുവിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക താപനില താപത്തെ റീറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അത് കുറച്ചുകൂടി സ്റ്റേബിളായിട്ടുള്ളൊരു സിസ്റ്റമാണെന്ന് പറയും. കാരണം അത്ര പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ സമുദ്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത്രയൊരു മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് സമയമെടുത്ത് തന്നെയുള്ളൂ അതും പോകുള്ളൂ. അല്ലാതെ ഒരു ദിവസം ഈ മാസം കണ്ടു അടുത്ത മാസം അങ്ങനെ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു സീസണ് മൊത്തം ഇത് ബാധിക്കുന്നത്. അപ്പം പല രാജ്യങ്ങളുടെയും എന്താ പറയുക സീസണൽ ഇത് മഴയെ മാത്രമല്ല താപനിലയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്.